ഇനി നമുക്ക് സെക്ഷൻ ഡിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 17ാമത്തെ. ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളിൽ ഒരെണ്ണം രണ്ടാമത്തേതിനേക്കാൾ 6 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് 56 സെൻറ്റിമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ: ഈ വിവരങ്ങൾ ഒരു രണ്ടാംകൃതി സമവാക്യമായി എഴുതുക. അടുത്തത്, ചെറിയ വശത്തിൻ്റെ നീളം കണക്കാക്കുക. അതിൽ ആദ്യത്തെ സമവാക്യം ഇക്വേഷൻ എഴുതാനായിട്ട് 1 മാർക്കും പിന്നെ വശത്തിൻ്റെ നീളം കണക്കാക്കണതിന് 2 മാർക്കുമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളിൽ ഒരെണ്ണം രണ്ടാമത്തേതിനേക്കാൾ 6 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് 56 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു മട്ടത്രികോണം, അതിൻ്റെ ലംബവശങ്ങളിൽ ഒരെണ്ണം രണ്ടാമത്തേതിനേക്കാൾ 6 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ ഇത് എക്സ് ആയിട്ട് എടുത്താൽ ഇതെത്രയായിരിക്കും? എക്സിനേക്കാളും 6 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഇനി എന്താണ് തന്നിരിക്കുന്നത്? ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ, പരപ്പളവ് തന്നിട്ടുണ്ട്. എത്രയാണ്? 56 സെൻറ്റിമീറ്റർ സ്ക്വയർ, 56 സെൻറ്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് എന്തെഴുതണം? ഒരു രണ്ടാംകൃതി സമവാക്യം എന്തെഴുതണം? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് എഴുതണം. അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം എന്താണ്? ഏരിയ ഈക്വൽ ടു, നമുക്ക് തന്നിരിക്കുന്നത് എന്താ? 2 വശങ്ങളും പിന്നെ ഏരിയ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ത്രികോണത്തിൻ്റെ ഏരിയ എന്താണ്? അര BH അല്ലേ? ഏരിയ ഈക്വൽ ടു അര BH. ഇനി ഇതെത്രയാ? അര. ബി എത്ര എടുക്കാം? x+6. ബിയും എച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും കുഴപ്പമില്ല. x+6 ഇൻറ്റു എക്സ്, അതെത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 56 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം? സമവാക്യം ഉണ്ടാക്കാം. അപ്പോൾ അര ഇൻറ്റു ഈ അരയുടെ ഈ 2നെ ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്നൊന്ന് മാറ്റാം. ഇതിനെ നമുക്ക് ഈ 56ൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. കാരണം ഈ 2 എന്ന് പറയുന്നത് ഈ സൈഡിൻ്റെ മൊത്തത്തിലായിട്ടുള്ള ഒരു പൊതുവായ എന്താണ്? ഒരു ഡിനോമിനേറ്ററാണ് ഈ 2 എന്ന് എടുക്കുന്നത്. അപ്പോൾ ഈ ഡിനോമിനേറ്ററിനെ എടുത്ത് നമുക്ക്, അതായത് ഛേദത്തിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഇതെന്തായി മാറും? 1 ഇൻറ്റു എന്ന് എഴുതണ്ടല്ലോ. നമുക്ക് എന്തെഴുതാം? x+6 ഇൻറ്റു എക്സ് സമം എന്ത് കിട്ടി? 56. ഈ ബൈ 2 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 2. അപ്പോൾ എത്ര കിട്ടി? ഇനി ഇതിനെ എക്സ് ഇൻറ്റു എക്സ്, ഈ എക്സ് കൊണ്ട് ഈ 2 പദങ്ങളെയും ഗുണിക്കുക. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? x². എക്സ് ഇൻറ്റു 6 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 6x. അപ്പോൾ x² + 6x ബ്രാക്കറ്റ് കളഞ്ഞപ്പോൾ നമുക്ക് കിട്ടി. ഇനി എന്ത് കിട്ടി? 56 ഇൻറ്റു 2 എത്രയാ? 112. അപ്പോൾ സമവാക്യമായില്ലോ. x² + 6x. ഈ 112നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. -112 സമം 0. എന്ത് കിട്ടി? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ദ വേരിയബിൾ എക്സ് കിട്ടിയല്ലോ. രണ്ടാംകൃതി സമവാക്യം, എക്സിലുള്ള രണ്ടാംകൃതി സമവാക്യം കിട്ടി. ഇതിന് 1 മാർക്കാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോൾ ഇവിടെ x² + 6x - 112 = 0 എന്നാണ് നമ്മൾ സമവാക്യം എഴുതിയത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: x² + 6x സമം എന്ത്? 112. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാലോ. വർഗം പൂർത്തീകരിക്കൽ, അങ്ങനെ എന്തോ ആണ് കറക്റ്റ് വേർഡ്, എനിക്ക് ഓർമ്മയില്ല. അതായത് ഈ സ്ക്വയർ കംപ്ലീറ്റ് ആക്കുക. അതായത് ഈ സൈഡും നമുക്ക് എന്തായിട്ട് കിട്ടും? വർഗങ്ങളായിട്ട് കിട്ടും, സ്ക്വയറായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ സ്ക്വയർ ആക്കാൻ എന്ത് ചെയ്യണം? ഈ ടേം എക്സിൻ്റെ ഈ ഒരു നമ്പറിൻ്റെ പകുതി എടുത്ത് അതിൻ്റെ സ്ക്വയർ കാണാം. അറിയാലോ, ഈ ഒരു നടുക്കത്ത് ഈ എക്സിൻ്റെ ഈ ടേമിലെ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ എടുത്ത് അതിൻ്റെ പകുതി കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ കാണാം. ആ സ്ക്വയർ കൊണ്ട് 2 സൈഡും ആഡ് ചെയ്യുക. അപ്പോൾ 6ൻ്റെ പകുതി എന്താ? 3. 3യുടെ സ്ക്വയർ എന്താ? 9. മനസ്സിലായില്ലേ? 6/2 എന്താണ്? 3. അതിൻ്റെ സ്ക്വയർ, അതായത് 3² എന്താ? 9. അപ്പോൾ ഈ 9 വെച്ചിട്ട് ഈ സൈഡിലും നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ x² + 6x + 9 ഇവിടെ ആഡ് ചെയ്താൽ ഇവിടെ എന്ത് തന്നെ ആഡ് ചെയ്യണം?
+9 ആഡ് ചെയ്യണം. ഇതെന്താണ്? ഇതൊരു സമവാക്യമാണ് അല്ലേ? സമവാക്യത്തിൽ ഒന്നും അങ്ങനെ എഴുതി ചേർക്കാൻ പറ്റില്ല. എഴുതി ചേർക്കണ്ടെങ്കിൽ ഒരു സൈഡിൽ LHSൽ ചേർക്കുമ്പോൾ അത് RHSലും ചേർക്കണം. അതായത് ഇടത്തെ സൈഡിൽ കൊടുക്കുമ്പോൾ വലത്തെ സൈഡിലും കൊടുത്താലാണ് ഈ സമവാക്യം കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇവിടെ +9, ഇവിടെയും +9. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതെന്ത് സ്ക്വയറാണ്? 3 സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? x+3 ഹോൾ സ്ക്വയർ. ഇതൊക്കെ നമ്മൾ ആ ചാപ്റ്ററിലെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന് പറഞ്ഞ സെക്ഷനിൽ നല്ല വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സംശയമുള്ളവർ അതൊന്നും എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ് ചെയ്യണേന്ന്. ഇതിപ്പോൾ ഇങ്ങനെയാണ് എന്ത് a+b ദ ഹോൾ സ്ക്വയർ ഫോമായിട്ട് കിട്ടി നമുക്ക് ഈ ഒരു സൈഡ്. അപ്പോൾ ഇത് a എന്താണ് ഇവിടെ? x. b എന്താണ്? 3 ആണ്. 3 സ്ക്വയർ അല്ലേ ഇവിടെ വന്നിരിക്കണേ. അതായത് x² a² പ്ലസ് 2ab 2 × 3 × 6x അതെന്താ? 6x പ്ലസ് b സ്ക്വയർ. ഇവിടുത്തെ b ഏതാ? 3. അപ്പോൾ എന്താ? 3 സ്ക്വയർ എന്താ? 9. അപ്പോൾ ഓക്കെ ആയില്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ സ്ക്വയർ ആക്കി എഴുതാം. x+3 ഹോൾ സ്ക്വയർ. ഇനി 112 + 9 എന്താ? 121. അങ്ങനെയാണെങ്കിൽ x+3 എന്തായിരിക്കും? x+3 സ്ക്വയർ ആണ് എന്ത്? 121. അപ്പോൾ x+3 എന്തായിരിക്കും? √121. 121ൻ്റെ റൂട്ട് എന്താ? 11. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? x+3 ആണ് എന്ത്? 11. അപ്പോൾ x എന്താ? 11. 3നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു -3. അപ്പോൾ എത്ര കിട്ടി? 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ചെറിയ വശമായ x എത്ര സെൻറ്റിമീറ്ററാണെന്ന് കിട്ടി? 8 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? ഇതിന് 2 മാർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തത് 18th ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികൾ നോക്കുക. ശ്രേണി 1, 5, 8, 11. അടുത്തത് എന്താ? ശ്രേണി 1 ആണ് 5, 8, 11. ശ്രേണി 2 എന്താണ്? 4, 7, 10. ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളെയെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എത്രയാണ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എത്രയാണ്? ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗം രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളാണെന്ന് തെളിയിക്കുക. കേൾക്കുമ്പോൾ എന്തൊക്കെയോ പോലെ തോന്നണല്ലേ? അതായത് ആദ്യത്തെ ശ്രേണി ഫസ്റ്റ് അരിത്തമെറ്റിക് സീരീസ് ഫസ്റ്റ് ആണ് ഏത്? 5, 8, 11. അടുത്തത് രണ്ടാമത്തെ സീരീസ് ഏതാ? 4, 7, 10. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളെ എല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എത്രയാണ്? 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുക? 5നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 2 അല്ലേ? 8നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 2. 11നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 2. 11നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര വർഷം പോവും? 3 വട്ടം 9. 11ൽ നിന്ന് 9 പോയാൽ മിച്ചം എന്ത് കിട്ടി? 2 കിട്ടി. അപ്പോൾ ആൻസർ എന്താ? 2 ആണ്. ഇനി അടുത്തതിന് 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 4. ഫസ്റ്റത്തെ ഏതാ? 4. അതായത് 3ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 3, 6, 9, 12 ഇങ്ങനെയൊക്കെയാണ് പോണത്. അപ്പോൾ ഇവിടെ 3ൻ്റെ കൂടെ എത്ര കൂടി? 1. അപ്പോൾ മിച്ചം ഇവിടെ എന്ത് കിട്ടി? 1 കിട്ടും. ഇവിടെ ആയാലും 6ൻ്റെ കൂടെ +1 ആണ് എന്ത്? ഇത് 7 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും മിച്ചം 1. 9 + 1 ആണ് 10. അപ്പോൾ ഇത് 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ആദ്യത്തേതിന് 3 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. രണ്ടാമത്തേതിന് 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് വെറുതെ ഇങ്ങനെ ചുമ്മാ ഒന്ന് 3 കൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ ഹരിക്കും കൂടി വേണ്ട, ചുമ്മാ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ആൻസർ എഴുതി വയ്ക്കാൻ പറ്റും. 2, 1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യ ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗം രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളാണെന്ന് തെളിയിക്കുക. അതെങ്ങനെ തെളിയിക്കും? അപ്പോൾ ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളുടെ ബീജഗണിതം അറിയണം. എങ്ങനെയാണ് ഈ അരിത്തമെറ്റിക് സീരീസിൻ്റെ ഓൾജിബ്ര എങ്ങനെ എഴുതും? ഇതിലെ nth ടേം എന്താണെന്ന് കണ്ടുപിടിക്കുക. nth ടേം ഇതിൽ നിന്ന് ഫസ്റ്റ് ശ്രേണിയിലെ nth ടേം എന്താ? 5, 8, 11. ഇതിലെ d എന്താണ്? 8ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും?
3 അല്ലേ? അപ്പോൾ ഇതിലെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 3. പിന്നെ എഫ് എന്താണ്? 5. പിന്നെ നമുക്ക് എക്സ് എൻ കാണാമല്ലോ. എക്സ് എൻ എന്ത് കിട്ടി? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇതിൽ ഡി എന്താ? 3. എൻ പ്ലസ് എഫ് എന്താ? 5. ഡി എന്താ? 3. അതായത് 3n+2 ആണ് ആദ്യത്തെ ശ്രേണിയുടെ എന്ത്? nth ടേം, എന്നാം പദം എക്സ് എൻ പറയണത്. മനസ്സിലായില്ലോ? അപ്പോൾ അതിൻ്റെ ബീജഗണിതമാണ് എന്ത് കിട്ടിയത്? 3n+2. ഇനി അടുത്ത ശ്രേണിയുടെ ഓൾജിബ്ര എന്താണെന്ന് നോക്കാം. അടുത്ത ശ്രേണി ഏതാ? 4, 7, 10. ഇതിൻ്റെ ഓൾജിബ്ര എങ്ങനെ കിട്ടും? ഡി സമം 4ൽ നിന്ന് എത്ര കൂട്ടുമ്പോഴാണ്? 7, 3. 7ൽ നിന്ന് എത്ര കൂട്ടുമ്പോഴാണ്? 10, 3 അല്ലേ? അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താ? 3. അപ്പോൾ ഇതിൻ്റെയും കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി ഇതിൽ എക്സ് എൻ കണ്ടുപിടിക്കാം. എക്സ് എൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇതിലെ ഡി എൻ ഏതാ? 3n പ്ലസ് എഫ്, ഇവിടെ എഫ് ഏതാ? 4. 4 മൈനസ് ഡി എന്താ? 3 സമം 3n+1. അപ്പോൾ ആദ്യത്തെ nth ടേം എന്ത് കിട്ടി? എക്സ് എൻ പ്ലസ് 3n+2. രണ്ടാമത്തെ nth ടേം എന്ത് കിട്ടി? 3n+1 എന്ന് കിട്ടി. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗം രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളാണെന്നാണ് തെളിയിക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് ഫസ്റ്റ് ഈ അരിത്തമെറ്റിക് സീരീസിലെ ടേംസ്, അതായത് ഏത് ടേം എടുത്താലും അതിൻ്റെ സ്ക്വയർ എവിടെ കാണുമെന്നാണ് പറയണത്? സെക്കൻഡ് സീരീസിൽ ഉണ്ടാവും എന്നാണ് പറയണത്. മനസ്സിലായോ? അതായത് ഈ 5ൻ്റെ സ്ക്വയർ 25 എവിടെ ഉണ്ടാവും? ഈ ശ്രേണിയിൽ കാണും. ഈ ശ്രേണി ഇങ്ങനെ എഴുതി പോകുമ്പോൾ 25 എന്ന നമ്പർ ഇതിൽ കാണും. 8ൻ്റെ സ്ക്വയർ 64 ഈ ശ്രേണിയിൽ കാണും. 11ൻ്റെ സ്ക്വയർ 121 ഈ ശ്രേണിയിൽ കാണും എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്ക്വയർ ഈ ശ്രേണിയിൽ കാണുമെന്ന് തെളിയിക്കൽ നടക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ nth ടേം കണ്ടു, എത്രയാ? 3n+2. അതിൻ്റെ സ്ക്വയർ കാണാം. അത് ഏത് ഇതിലുണ്ട് എന്ന് കാണിക്കുക. അതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ അത് ഈ ഫോമിൽ കിട്ടണം. 3n+1 എന്ന ഫോമിൽ കിട്ടണം. മനസ്സിലാവണുണ്ടോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റത്തെ സീരീസിലെ nth ടേം കാണാം, അതിൻ്റെ സ്ക്വയർ കാണാം. അതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ നമുക്ക് ഏത് ഇതിൽ കിട്ടണം? ഈ ഒരു ഫോർമാറ്റിൽ കിട്ടണം. 3n+1 എന്ന ഈ ഒരു ഇതിൽ കിട്ടണം. അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം 3n+2ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 3n+2 സ്ക്വയർ എന്താണ്? 3n സ്ക്വയർ എന്ത്? 9n² പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ab 2 × 2 × 3 × n എന്താണ്? ഈ 2 4 3 12n പ്ലസ് 2² 4 എഴുതാലോ. അങ്ങനെ 9n² പ്ലസ് 12n പ്ലസ് 4. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തേക്ക് എടുക്കാം? 9, 12, ഇവിടെ എന്തുണ്ട്? 4 ഉണ്ട്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഇപ്പോൾ ഒന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. 9n² പ്ലസ് 12n. 4ന് നമുക്ക് ഇങ്ങനെ എഴുതാം, 3+1 എന്ന് എഴുതാലോ. 4 എന്ന് പറഞ്ഞാൽ 3ഉം 1ഉം കൂടിയതാണ്. അപ്പോൾ ഇനി ഇത്രയും ടേംസിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തേക്ക് എടുക്കാം? 9, 12, 3. ഇതിലെന്ത് കോമൺ ആണ്? 3 ഇതിൽ പൊതുവായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ 3നെ പുറത്തെടുത്തു. ഏതിന്ന്? ഈ 3 പദങ്ങളിൽ നിന്നും 3നെ പുറത്തേക്ക് എടുത്തപ്പോൾ ബാക്കി ഈച്ച് ടേമിൽ എന്താണ് ബാക്കിയുള്ളത്? റിമൈനിങ് എന്താ? 9n² 3 പുറത്ത് വന്നു. ബാക്കി എന്താ ഉള്ളത്? 9 3 വന്നു. ബാക്കി എന്താ ഇവിടെ ഉള്ളത്? 3. 3 × 3 ആണ് 9. പിന്നെ ഏതാ? n² ഉണ്ട്. ഇനി 12ൻ്റെ 3 പുറത്ത് വന്നു. 12ൽ ഇനി ബാക്കി എന്താ ഉള്ളത്? 4 × 3 ആണ് 12. അപ്പം 4ഉം n അകത്തുണ്ട്. ഇനി ഈ 3ൻ്റെ 3 ഫുള്ള് പുറത്ത് വന്നു. ബാക്കി അപ്പോൾ എന്താ ഉള്ളത്? 1 പ്ലസ് എന്താ? 1. അതായത് 3 × 3n² പ്ലസ് 4n പ്ലസ് 1 പ്ലസ് 1. അതായത് ഇതിനെങ്ങനെ എഴുതാം? ഇതിന് നമുക്കൊരു ഇങ്ങനൊരു n എന്ന് പറഞ്ഞൊരു ടേം എടുത്താലോ? 3n പ്ലസ് 1 എഴുതി കൂടെ? അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. 3n² പ്ലസ് 4n പ്ലസ് 1 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? ഒരു n ആയിട്ട് എടുക്കാം.
അപ്പോൾ ഇതും ഏത് ഫോർമാറ്റിൽ വന്നു? 3n+1 എന്ന ഇതിൽ വന്നു. അതായത് ആദ്യ സീരീസിൻ്റെ വർഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ സീരീസിലെ ടേമിൻ്റെ nth ടേമിൻ്റെ ഫോമിൽ വന്നു. മനസ്സിലാവണ്ടോ? അപ്പം 3n² + 4n + 1 എന്ന് പറയണത് എന്താണ്? സംശയമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഇവിടെ എന്നിന് നമുക്ക് എന്ത് കൊടുക്കാം? n എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പേഴ്സ്, നമ്പർ ഓഫ് ടേംസ് ആണ്. അതായത് 1, 2, 3 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമ്പേഴ്സാണ് ഇതിൽ വരിക അല്ലേ? എണ്ണൽ സംഖ്യയാണ് n എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നിന് നമുക്ക് ഇവിടെ എത്ര 2 കൊടുത്താലും 3 കൊടുത്താലും ഈ 3n² + 4n + 1 എന്ന് പറയുന്നത് എന്താ കിട്ടുക? വേറൊരു എണ്ണൽ സംഖ്യയാണ് കിട്ടുക അല്ലേ? സംശയമില്ലല്ലോ. അതായത് ഇനി കാണിച്ചു തരണം. 3 ഇനി നമുക്ക് എന്നിന് എത്ര കൊടുക്കാം? 4 കൊടുക്കാം. അപ്പം 3 × 4² എന്താ? 16 + 4 × വീണ്ടും എന്നിന് 4ആണ് കൊടുക്കണേ 1. അപ്പോൾ എത്ര കിട്ടും? 16 × 3 48 + 4 × 4 16 + 1. അപ്പോൾ 48 + 17 എത്ര കിട്ടി? 65 കിട്ടി. 65 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? n തന്നെയാണ്. n എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നാച്ചുറൽ നമ്പർ ഓഫ് ടേംസ് ആണ് നമ്മൾ സീരീസിൽ n ആയിട്ട് എടുക്കണം. അപ്പോൾ നാച്ചുറൽ നമ്പറാണ് n. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് എഴുതിയത്? 3n + 1 എന്ന് എഴുതിയത്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യത്തെ സീരീസിൻ്റെ പദങ്ങളുടെ ഓൾജിബ്ര എടുത്തു. ആ ഓൾജിബ്രയുടെ സ്ക്വയർ കണ്ടു. സ്ക്വയർ കണ്ടപ്പോൾ അതിനെ എഴുതി വന്നപ്പോൾ രണ്ടാമത്തെ സീരീസിൻ്റെ nth ടേമിൻ്റെ ഫോമിൽ കിട്ടി. അതായത് ആദ്യത്തെ സീരീസിലെ പദങ്ങളുടെ വർഗ്ഗങ്ങളൊക്കെ എവിടെ കാണും? രണ്ടാമത്തെ ശ്രേണിയിൽ കാണും. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ലാസ്റ്റത്തേന് 2 മാർക്ക്, ബാക്കിയുള്ള മിച്ചം കിട്ടണത് 1 മാർക്ക്. ഇനി മിച്ചം കണ്ടുപിടിക്കാൻ അപ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ nth ടേം കണ്ടുവച്ച് എഴുതാം. ആദ്യത്തെ nth ടേം എന്താ കിട്ടിയത്? 3n + 2 ആണ് കിട്ടിയത്. അപ്പോൾ ഇതിലെ മിച്ചം എന്താ? 3ൻ്റെ ഗുണിതം 3 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ? ഇത് ഫുള്ള് ഹരിച്ചു പോവും. ബാക്കി എന്താ വരാ? 2. രണ്ടാമത്തെ nth ടേം എന്താ കിട്ടിയത്? 3n + 1. ഈ 3n + 1നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് മുഴുവൻ ഹരിച്ചു പോവും. ബാക്കി എന്ത് വരും? 1 വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി അടുത്തത് നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക n², 2n² + 3n ആണ്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയാണ്? ഈ ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ്? 324. അപ്പോൾ ആദ്യത്തേന് 1 മാർക്കും പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് 3 മാർക്കുണ്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സമാന്തര ശ്രേണി, ഒരു അരിത്തമെറ്റിക് സീരീസിലെ n പദങ്ങളുടെ തുക അതെങ്ങനെ എഴുതാം? Sn സം ഓഫ് n ടേംസ് ഈക്വൽ ടു എന്തെന്നാണ്? 2n² + 3n ആണ്. ആ ശ്രേണിയിലെ n പദങ്ങൾ എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനത്തെ ഫോമാണ് കിട്ടുക? 2 × n² + 3 × n എന്ന ഫോമിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 5 പദങ്ങളുടെ തുക സിമ്പിളല്ലേ? എന്നിന് എന്ത് കൊടുക്കുക? 5 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 പദങ്ങളുടെ തുക, അതായത് സം ഓഫ് 5 ടേംസ് കിട്ടും. അപ്പോൾ എല്ലാവിടെയും എന്നിന് എന്ത് കൊടുക്കുക? 5 എന്ന് കൊടുക്കുക. അപ്പോൾ 2 × n² 5² എന്താ? 25 + 3 × 5 എന്താണ്? 50 + 15 = 65. ആദ്യത്തെ 5 പദങ്ങളുടെ തുക കിട്ടിയോ? 65 എന്ന് കിട്ടിയില്ലേ? എളുപ്പമായിരുന്നു. ഇതിന് 1 മാർക്കുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യന് 3 മാർക്കുണ്ട്. 324 പദങ്ങളുടെ തുക. അതായത് Sn എന്ന് പറയണത് എന്താണ്? 324 തന്നിട്ടുണ്ട്. പക്ഷെ എത്ര പദങ്ങളുടെയാണെന്ന് അറിയില്ല. അതായത് n എത്രയാണെന്ന് അറിയില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? Sn എന്ന് പറയുന്നത് നമുക്ക് അറിയാം. എന്ത്? 2n² + 3n = എന്താ? 324 അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഒരു രണ്ടാംകൃതി സമവാക്യം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. അതെന്താണിത്? 2n² + 3n - 324 ഇങ്ങോട്ട് കൊണ്ടുവന്നു =0 എന്ന് കിട്ടി. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? പരിഹാരം എങ്ങനെ കണ്ടുപിടിക്കും? ഈ രണ്ടാംകൃതി സമവാക്യത്തിൻ്റെ പരിഹാരം എങ്ങനെ കാണും? നമുക്ക്
എന്ത് സമവാക്യം അറിയാം, എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഫോർമുല നമുക്കറിയാം. അതായത് എ എന്ന് പറയുന്നത് ഇവിടെ എന്താ ഓർമ്മയുണ്ടല്ല, ax² പ്ലസ് bx പ്ലസ് സി ഈക്വൽ ടു 0യിൽ എക്സിൻ്റെ വില എങ്ങനെയാണ് കണ്ടുപിടിക്കുക? -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a. ഇത് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും കിട്ടേണ്ട ഒരു ഫോർമുലയാണ്. ഇത് പഠിച്ച് വെച്ചേ പറ്റൂ. അപ്പോൾ ഇത് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയും ബിയും സിയും ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ അതിൽ നേരിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്കിവിടെ എയും ബിയും സിയും ആദ്യം എഴുതാം. n² കോഎഫിഷ്യൻ്റ് ആണ് എ. n² കൂടെ ആരുള്ളത്? 2. അപ്പോൾ എ എന്ന് പറയുന്നത് 2. ഇനി ബി എന്ന് പറയുന്നത് n കോഎഫിഷ്യൻ്റ്, അത് എത്രയാണ്? 3. ഇനി സി എന്ന് പറയുന്നത് എന്താ? 324 ആണോ? അല്ല, -324. മാത്സിൽ ഇങ്ങനെ ഒരു വരയും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. പറയുമ്പോൾ ഇതെന്തോ ഇപ്പോൾ ഇങ്ങനെയല്ലേ ഉള്ളൂ എന്ന് പറയണ്ട. അത് നെഗറ്റീവിന് നെഗറ്റീവ് തന്നെ എടുത്ത് എഴുതണം. ഇനി നമുക്ക് ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കാം? b² മൈനസ് 4ac കാണാം. എപ്പോഴും അതാണ് എളുപ്പം. ആദ്യം തന്നെ നമുക്ക് b² മൈനസ് 4ac കണ്ടുപിടിക്കാം. b² എന്താ? 3², അതായത് 9, മൈനസ് 4 ഇൻറ്റു എ എന്താ? 2 ഇൻറ്റു മൈനസ് 324, അതായത് 9. ഇവിടെ നെഗറ്റീവ്, ഇവിടെയും നെഗറ്റീവ്, 2 നെഗറ്റീവും കൂടി ഇങ്ങനെ എന്തായി? ഇത് പ്ലസ്സായി. ഇനി 4 ഇൻറ്റു 2 ഇൻറ്റു 324, അതായത് 8 ഇൻറ്റു 324 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് കിട്ടും? 2592 കിട്ടുക കേട്ടോ. അത് ചെയ്ത് നോക്കിയാൽ മതി. എന്ത് ചെയ്താൽ മതി? 324 ഇൻറ്റു 8, n4 32, n2 16, 3 19, ബാക്കി 1, n3 24, 1 25 കണ്ട 2592 കിട്ടി. ഇനി അതിനെ 9 കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2601. 2592 പ്ലസ് 9 2601. അപ്പോൾ b² മൈനസ് 4ac എത്ര കിട്ടി? 2601 കിട്ടി. അങ്ങനെയാണെങ്കിൽ √b² മൈനസ് 4ac എന്താണ്? √2601. എങ്ങനെ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക? എപ്പോഴും ഞാൻ പറയണതാണ്, നമുക്ക് അറിയണ കുറച്ച് സ്ക്വയറുകളുണ്ട്, വർഗ്ഗങ്ങളുണ്ട്. ഉദാഹരണം 10ൻ്റെ വർഗ്ഗം 100, 20ൻ്റെ വർഗ്ഗം 400, 30ൻ്റെ വർഗ്ഗം 900 അല്ലേ? 3 ഇൻറ്റു 3, 30ൻ്റെ വർഗ്ഗം എന്താ? 3 ഇൻറ്റു 3 9, പിന്നെ 2 0. 40ൻ്റെ വർഗ്ഗം എന്താ? 4 ഇൻറ്റു 4 16, പിന്നെ 2 0. പിന്നെ 50ൻ്റെ വർഗ്ഗം എന്താ? 50ൻ്റെ വർഗ്ഗം 5 ഇൻറ്റു 5 25, 2 0. 60ൻ്റെ വർഗ്ഗം എന്താ? 6 ഇൻറ്റു 6 36, പിന്നെ 2 0. അപ്പോൾ 50ൻ്റെ വർഗ്ഗം 2500, 60ൻ്റെ വർഗ്ഗം 3600. ഇവിടെ നമുക്ക് കിട്ടിയ വർഗ്ഗം ഏതാ? 2601. അതായത് 2500 കഴിഞ്ഞിട്ട് 60നും 50ൻ്റെ ഇടയിലായിട്ട്, 50ൻ്റെ 60ൻ്റെ ഇടയിലാണ് ഇതിൻ്റെ വർഗ്ഗമൂലം അഥവാ റൂട്ട് വരുന്നത്, സ്ക്വയർ റൂട്ട് വരുന്നത്. അപ്പോൾ 50ൻ്റെ അടുത്ത് തന്നെയായിട്ട് അറ്റത്ത് 1 വരുന്നത് ഏതാണ്? അറ്റത്ത്, അതായത് വർഗ്ഗം കാണുമ്പോൾ ഏറ്റവും അറ്റത്ത് 1 വരുന്നത് 2 സംഖ്യകളുടെ വർഗ്ഗം. 1ൻ്റെ വർഗ്ഗം എന്താ? 1. അടുത്തത് 9ൻ്റെ വർഗ്ഗം എന്താ? 81. അവിടെയും ഇവിടെ അറ്റത്ത് 1 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നില്ലെങ്കിൽ 51 എടുക്കാം, അല്ലെങ്കിൽ 59 എടുക്കാം. ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് 50 എന്ന് പറയുന്നത് എന്താണ്? 2500 അപ്പോൾ നമുക്കിത് 59 വരെ ഒന്നും എത്തണ്ട. 59 കഴിഞ്ഞാൽ 60² 3600. അപ്പോൾ നമ്മളുടെ ഈ 2500ൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. അപ്പോൾ 51 ഇൻറ്റു 51 എന്ത്? 2601. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? 51 ഇൻറ്റു 51 ചെയ്ത് നോക്കാം. 51 ഇൻറ്റു 51 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 51 ഒരു 5 5, 5 25, 1 5 5 10, 6 2 കണ്ട 2601. അപ്പോൾ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം കിട്ടി. എത്രയാണ്? 51. അപ്പോൾ b² മൈനസ് 4ac 51 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. അതായത് n സമം -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a. ഇതിൽ b എന്താണ്? -3 അല്ലേ? പ്ലസ് ഓർ മൈനസ് b² മൈനസ് 4ac എന്ത് കിട്ടി? 51/2 ഇൻറ്റു a. എന്താ? n² കൂടെ ഉള്ളത് 2 ഇൻറ്റു 2 4, അതായത് -3. ഇപ്പോൾ 2 ഇത് കിട്ടും. -3
പ്ലസ് 51 2 ഇൻറ്റു 2 4. പിന്നെ അടുത്തത് എന്ത് കിട്ടും? -3. ഈ പ്ലസ് ഓർ മൈനസ് ആണെങ്കിൽ ഒരെണ്ണം പ്ലസ് വെച്ചിട്ട് ചെയ്യുക, ഒരെണ്ണം അടുത്തത് മൈനസ് എടുക്കുക, /4. ഇങ്ങനെ 2 ഇത് കിട്ടും. അപ്പോൾ -3. ഇതിപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കണത്? സമാന്തര എത്ര പദങ്ങളുടെ തുകയാണ്. അപ്പോൾ എണ്ണമാണ്, എണ്ണൽ സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കണത്. അപ്പോൾ അത് ഉറപ്പായിട്ടും എന്ത് നമ്പർ ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ആവശ്യമില്ല. മനസ്സിലായോ? ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞ നമ്പർ എണ്ണുമ്പോൾ നമ്മൾ -1 -2 ഇത് -1 അടുത്തത് -2 അങ്ങനെ എണ്ണില്ല. 1 2 എന്നാണ് നമ്മൾ എണ്ണൽ സംഖ്യ തുടങ്ങണത് തന്നെ. അപ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവാണ് വേണ്ടത്. അപ്പോൾ 51-ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 48/4. എത്രയാണത്? 12. അപ്പോൾ എത്ര സംഖ്യകൾ കൂട്ടുമ്പോഴാണ് ആ ഒരു സീരീസിൽ എത്ര ടേംസ് കൂട്ടുമ്പോഴാണ് നമുക്ക് 324 കിട്ടണേ? 12 ടേംസ്. സം ഓഫ് 12 ടേംസ് ഇൻ ദാറ്റ് സീരീസ് ഈസ് 324. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് എത്ര മാർക്കാണ് പറഞ്ഞാൽ 3 മാർക്കുണ്ട്. ഇനി ഇതിന് അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഓപ്ഷൻ ബി ഉണ്ട്. 4, 12, 50 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലും തുക പൂർണ്ണവർഗമായിരിക്കും എന്ന് തെളിയിക്കുക. അതിന് 3 മാർക്കുണ്ട് കേട്ടോ. ആദ്യത്തെ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലും തുക പൂർണ്ണവർഗമാകുന്ന മറ്റൊരു സമാന്തര ശ്രേണി എഴുതുക. അതിന് 1 മാർക്കുമാണ് ഉള്ളത്. സമാന്തര ശ്രേണി എന്താ തന്നത്? 4, 12, 20. അപ്പോൾ ഇതിലെ ആദ്യ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലും എന്ത് കിട്ടും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും നമുക്ക് കൂട്ടുമ്പോൾ കിട്ടുക. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം 4 തന്നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ. ഇനി അടുത്തത് 12, 4ഉം 12ഉം കൂട്ടുമ്പോൾ 4 + 12 എന്താ? 16. 16 എന്ന് പറയുന്നത് എന്താണ്? ഒരു പൂർണ്ണ വർഗ്ഗമാണ്. എന്ത്? 4ൻ്റെ വർഗ്ഗമാണ് 16. ഇനി 16, 4 + 12 + 20 എന്താ? 36. അതെന്തിൻ്റെ വർഗ്ഗം? 6ൻ്റെ വർഗ്ഗം. അങ്ങനെ അപ്പോൾ എന്ത് കൂട്ടുമ്പോഴും എന്ത് കിട്ടും നമുക്ക്? ഓരോ പദങ്ങൾ കൂട്ടി പോകുമ്പോഴും നമുക്കതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഒരു പൂർണ്ണ വർഗ്ഗമായിട്ടാണ് കിട്ടുക. അപ്പോൾ അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? SN കണ്ടുപിടിക്കാം. SN സമം എന്താ? n/2 × x1 + xn. x1 നമുക്കറിയാം, ആദ്യ പദം 4. പക്ഷെ xn അറിയോ? xn അറിയില്ല. അപ്പോൾ xnന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? d കണ്ടുപിടിക്കണം. d എന്താ ചെയ്യണ്ടേ? രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക. 12ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? d എന്ന് പറയണത് 8. പൊതുവ്യത്യാസം 8. അങ്ങനെയാണെങ്കിൽ xn = dn + f - d. d എത്രയാ? 8. n പ്ലസ് f എന്താ? 4 ആദ്യ പദം ഫസ്റ്റ് ടേം മൈനസ് വീണ്ടും 8. 8n. 4 - 8 എത്രയാ? 4ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. 8ൽ നിന്ന് 4 കുറച്ചിട്ട് 8ൻ്റെ ചിഹ്നം അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ -4. അപ്പോൾ 8n - 4 ഇതിൻ്റെ എന്ത്? xn, അതായത് nth ടേം എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കിവിടെ xnന് പകരം എന്ത് കൊടുക്കാം? ഇത് കൊടുക്കാം. മനസ്സിലായില്ല? ഇനി നിങ്ങൾ ഈ ഒരു ഫോർമുലയല്ല ഉപയോഗിക്കണ, വേറെയും ഫോർമുലാസ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല. എന്ത് കണ്ടുപിടിച്ചാൽ മതി? nth ടേംസിൻ്റെ സമ്മ് SN കണ്ടുപിടിക്കുക. നിങ്ങൾ ഏത് ഫോർമുല ഉപയോഗിച്ചിട്ടായാലും കണ്ടുപിടിക്കുക. ഏറ്റവും അവസാനം കിട്ടണതെല്ലാം ഒരേ ആൻസർ തന്നെയായിരിക്കും. അപ്പോൾ SN സമം n/2 × x1ന് പകരം എന്തെടുത്തു? 4 എടുത്തു. പ്ലസ് xnന് പകരം എന്തെടുത്തു? 8n - 4. 8n - 4 സമം 4ഉം -4ഉം എന്തായി? 0 മാറി. ബാക്കി എന്താ ഉള്ളത്? n × 8n അല്ലേ? n/2 × 4ഉം -4ഉം പോയി. ബാക്കി എന്താ ഉള്ളത്? 8n ആണുള്ളത്. അതായത് 8 2ൽ 8ൽ 2 എത്ര വട്ടം? 4. ബാക്കി എന്ത് കിട്ടി? 4n². 4n² എന്ന് പറഞ്ഞാൽ എന്താണ്? 2n² അല്ലേ? 2n² അഥവാ ഇങ്ങനെയും എഴുതാം, 2² n². ഇതെന്താണ്? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? അഥവാ പൂർണ്ണവർഗം. പൂർണ്ണവർഗമാണ്. കണ്ട? അതായത് ഈ ഒരു സീരീസിൻ്റെ nth ടേമിൻ്റെ ഓൾജിബ്ര എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതൊരു
പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഫോർമുല കിട്ടിയത്. n എന്ന് പറയുന്നത് എന്താ, NL സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്, അതിൻ്റെ സ്ക്വയറും പിന്നെ 2ൻ്റെ സ്ക്വയറും ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ ഏത് സംഖ്യ എടുത്താലും അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഇത് 4 ഇൻറ്റു ആ നമ്പർ എത്രാമത്തെ സംഖ്യ അതിൻ്റെ സ്ക്വയർ. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇത് തെളിയിക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലത്തെ രണ്ടാമത്തെ ഒരു ശ്രേണി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പദങ്ങൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം, ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം. അപ്പോൾ അങ്ങനത്തെ ശ്രേണിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ശ്രേണി എന്തായിരുന്നു, 4, 12, 20 ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഈ ഒരു ശ്രേണിയുടെ എന്നാം പദം നമ്മൾ കണ്ടുപിടിച്ചതാണ്. എന്തായിരുന്നു എന്നാം പദം? എന്നാം പദം എന്ന് പറഞ്ഞാൽ dn + f - d എന്ത് കിട്ടി, 8n + 4 - 8, ഓർമ്മയുണ്ട്, 8n - 4 എന്ന് കിട്ടി. ഈ 8n - 4 നമുക്ക് എങ്ങനെ എഴുതാം, 4 ഇൻറ്റു 2n - 1 അല്ലേ. അതായത് 4 എന്ന് പറഞ്ഞാൽ എന്താ, പൂർണ്ണവർഗം 2 സ്ക്വയർ ഇൻറ്റു 2n - 1. അതൊരു എന്തായിരിക്കും, അതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ 2 സ്ക്വയറിന് പകരം നമുക്ക് എന്തെടുക്കാം, 3 സ്ക്വയർ എടുക്കാം. അങ്ങനെ നമുക്ക് അടുത്ത ശ്രേണി ഉണ്ടാക്കാം. ഇനി വേറൊരു ശ്രേണി ഉണ്ടാക്കണമെങ്കിൽ എന്തെടുക്കാം, 4 സ്ക്വയർ എടുക്കാം. മനസ്സിലായോ? അപ്പോൾ പദങ്ങൾ എങ്ങനെ കിട്ടും, 3 സ്ക്വയർ. അപ്പോൾ xn എന്തായിട്ട് എടുക്കാം, പുതിയ xn 3 സ്ക്വയർ ഇൻറ്റു 2n - 1, അതായത് 9 ഇൻറ്റു 2n - 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എന്തായിരിക്കും, 9 ഇൻറ്റു 2 ഇൻറ്റു എന്നിന് പകരം എന്ത് 1 കൊടുത്തു, 2 - 1 എന്താ 9, 9 ഇൻറ്റു 1 9 തന്നെ. ഇനി രണ്ടാമത്തെ പദം എങ്ങനെയാണ് കിട്ടുക, 9 ഇൻറ്റു 2n - 1, 4 - 1 എന്താ 3, അപ്പോൾ 9 3 27. ഇനി മൂന്നാം പദം 9 ഇൻറ്റു 3 2 6 - 1 എന്താ 5, അപ്പോൾ 9 ഇൻറ്റു 5 45. നാലാം പദം എന്തായിരിക്കും, 9 ഇൻറ്റു 4 2 8 - 1 അതായത് 63, 9 7 63. കിട്ടിയില്ലോ. അപ്പോൾ എങ്ങനെയാണ് പദങ്ങൾ വന്നത്, 9 ഇൻറ്റു 1, 9 ഇൻറ്റു 3, 9 ഇൻറ്റു 5, 9 ഇൻറ്റു 7 എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഈ പദങ്ങൾ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, പൂർണ്ണവർഗം കിട്ടണം അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 9, 27, 45. 9ഉം 27 എത്രയാണ്, 9 + 27 36 അല്ലേ, 36. ഇനി 36 + 45 എത്രയാണ്, 6 5 11, 4 4 8 81. അപ്പോൾ ഈ 36 എന്ന് പറയണത്, അതായത് 9 എന്ന് പറയുന്നത് എന്ത് കിട്ടി, 3ൻ്റെ സ്ക്വയറാന്ന് കിട്ടി. 36 9 + 27 എന്ത് കിട്ടി, 36, അതെന്തിൻ്റെ സ്ക്വയറാണ്, 6ൻ്റെ പൂർണ്ണവർഗ്ഗമാണ്. ഇനി 36 + 45 അടുത്ത പദം കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 81, അതെന്തിൻ്റെ സ്ക്വയറാണ്, അത് 9ൻ്റെ സ്ക്വയറാണ്. ഇനി അടുത്ത പദം എന്തായിരുന്നു, 81 + 63 അല്ലായിരുന്നേ, അത് 144. അപ്പോൾ അതെന്തിൻ്റെ സ്ക്വയറാണ്, 12ൻ്റെ സ്ക്വയർ. അതായത് പദങ്ങൾ ആദ്യ പദം തുടങ്ങിയുള്ള എത്ര പദങ്ങൾ കൂട്ടിയാലും നമുക്ക് എന്താണ് കിട്ടണത്, പൂർണ്ണവർഗ്ഗങ്ങളാണ് കിട്ടണത്. നമ്മളതെങ്ങനെയാണ് കണ്ടത്, ആദ്യത്തെ ആ ശ്രേണിയുടെ എന്നാം പദം എങ്ങനെ ഇരിക്കണേന്ന് നോക്കി അല്ലേ. അത് നോക്കിയപ്പോൾ എങ്ങനെയാണ്, 4 ഇൻറ്റു 2n - 1 എന്നൊരു ഇതിലായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ഈ 4നെ എടുത്തങ്ങ് മാറ്റി 3 സ്ക്വയർ അതായത് 9 ആക്കി. മനസ്സിലായല്ലോ.